ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സവിശേഷം എം മുകേഷ് MLA വിഷയത്തിനകത്ത് വന്നിരിക്കുന്നു. അത് BJP എടുക്കുന്ന നിലപാട്, കോൺഗ്രസ് എടുക്കുന്ന നിലപാട്, ഒപ്പം അതുകൊണ്ട് തന്നെ CPM-നെ മാത്രം എങ്ങനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയും എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലാ നേതൃത്വത്തിലേക്ക് പന്ത് തട്ടി കൊടുത്ത് ഒരു അടവ് നയം സ്വീകരിക്കുക എന്നുള്ള ഒരു തന്ത്രത്തിലേക്ക് കടന്നിരിക്കുകയാണോ CPM എന്നുകൂടി വിചാരിക്കേണ്ടതായി വരുന്നു. അതാണ് അതിന്റെ രാഷ്ട്രീയം. ആക്ടിവിസ്റ്റ് മൃദുല ദേവി നമുക്കൊപ്പം ചേരുന്നു. മൃദുല, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇതിനകത്ത് പറയുന്ന ഒരു ധാർമ്മികതയുണ്ട്. ഈ ധാർമ്മികത എന്ന് പറയുന്നത് മാറി നിൽക്കുക, അല്ലെങ്കിൽ അതിനുശേഷം ആരോപണം തെറ്റാണെന്ന് തെളിയിച്ചിട്ട് തിരിച്ചു വരിക എന്നുള്ളതൊക്കെയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് തോന്നുന്നു? ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ മാറി നിൽക്കേണ്ട ബാധ്യത ജനപ്രതിനിധിക്കുണ്ടോ? ഇത് ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് മുകേഷ് തന്നെ അത് കണ്ടു മനസ്സിലാക്കി എന്ന് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷെ അധികാരം, പവർ, അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന കസേര, പിന്നെ അദ്ദേഹം ഒരേ സമയം രണ്ട് മേഖലകളിൽ നിൽക്കുന്നു. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മാറ്റിവെക്കാൻ അദ്ദേഹം തയ്യാറാകില്ല. പിന്നെ എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന നയം തന്നെയാണ് എക്കാലവും എല്ലാ പാർട്ടികളും സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. അവരിനിയും അത് തന്നെ ചെയ്യുകയുള്ളൂ. പക്ഷെ അതിന് ഘടകവിരുദ്ധമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു നീക്കം കാണുന്നുണ്ട്. അത് ഇപ്പം മറ്റു പാർട്ടികൾ എത്ര കുറ്റം പറഞ്ഞാലും ഈവൻ കൊല്ലം ഘടകത്തിലെങ്കിലും അങ്ങനെ ഒരു മാറ്റം വന്നതിന് ആശാവഹമായിട്ട് ഞാൻ കാണുന്നു. കാരണം പാർട്ടിക്ക് നല്ല പ്രഷറുണ്ട്. പാർട്ടിക്ക് നന്നായിട്ട് പ്രഷർ ഉണ്ടായിട്ടുണ്ട്. മുകേഷിനെ പോലെയുള്ള ഒരാളെ എടുത്ത് കളയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവർക്കറിയാം. കാര്യം അതേസമയം അദ്ദേഹം ജനപ്രിയനുമാണ്. ടോക്സിക്കായ മനുഷ്യനെ സ്വീകരിക്കുക എന്നുള്ള ഒരു ലോകത്തിന്റെ രീതി, കാരണം ലോകത്തിലെ ഒട്ടുമുക്കാലും ആളുകൾ ടോക്സിക്കായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ അങ്ങോട്ട് തന്നെ പോവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ കളയുമ്പോൾ പാർട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം പാർട്ടിക്ക് അങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. ഇതുവരെ ഒരു അടവ് നയവും സമദൂരവും എല്ലാ പാർട്ടികൾക്കും ഉണ്ട്. അത് തന്നെയാണ് ഇവർ ചെയ്തത്. അല്ലാതെ ഇവർ വലിയ ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യമൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ ഇതിനെ കാണുന്ന ഒരു ഇങ്ങനെയെങ്കിലും അത് ചെയ്തു എന്നുള്ളത് കാരണമാണ് ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇത് ഇവിടുത്തെ സമൂഹം ആഗ്രഹിക്കുന്ന കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തി കൊണ്ട് ഇനിയിപ്പം അദ്ദേഹം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിൽ ഇനി ഇവർക്ക് നമ്മൾ മനുഷ്യരെല്ലാവരും തന്നെ എന്താണ് ചെയ്യുന്നത്? ആരോപിതരായ വ്യക്തികൾ അവർ ആരോപിതരായിട്ടുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക എന്നുള്ളത് തന്നെ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നു. പിന്നീട് അവർക്ക് തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കാനുള്ള ഒരു ഉത്തരവ് ഉണ്ടാകണം. പാർട്ടിയിൽ തന്നെ ഒരു തീരുമാനം എടുത്തു മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് കാരണം അത്രയും വലിയ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, എത്ര ആരോപണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായത്. അപ്പോ ഏതെങ്കിലും കാലത്ത് കോടതിയിൽ നിന്ന് തീരുമാനം വന്നു കഴിഞ്ഞാൽ എന്നുള്ളതിനപ്പുറമായിട്ട് ചില മൃദുല, അപ്പോഴും ഇതൊരു രാഷ്ട്രീയമാണ്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ ചില നയങ്ങൾ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാകുന്നു. എന്ത് താല്പര്യമുണ്ടെങ്കിൽ പോലും അത് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇതിനിടയിൽ മറ്റൊരു കാര്യം ചോദിക്കുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉയർന്ന കേസുകളിൽ അതിൽ അങ്ങനെ ഒന്നുകൂടിയാണല്ലോ ഇത്. പക്ഷേ ചില കേസുകൾ ഈ ഹേമ കമ്മിറ്റി കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ ഒരു എന്താണോ ഉദ്ദേശ ലക്ഷ്യം അതിന്റെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അതുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു പോകണ്ടേ? എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ഹേമ കമ്മിറ്റിക്ക് ശേഷം ഉയർന്ന കേസുകളുമായി ബന്ധപ്പെട്ട് കൂടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ചില കേസുകൾ ഹേമ കമ്മിറ്റി കൊണ്ടുവന്ന ആ ഒരു ഉദ്ദേശ ലക്ഷ്യത്തെ വഴി തിരിച്ചു വിട്ടിട്ടുണ്ട്. അങ്ങനെ WCC പോലും കണക്കാക്കുന്നുണ്ട്. അത് മൃദുലയ്ക്ക് തോന്നുന്നില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ആ ഒരു കമ്മിറ്റിക്കകത്ത് വന്നിരിക്കുന്നു. പിന്നെ അതിന്റെ പല കാര്യങ്ങളും തെറ്റായ ദിശയിൽ പോയി എന്ന് നമ്മൾ ആരോപിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാല് ഇത്തരം ഒരു സെക്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കകത്ത് എങ്ങനെ വിളിച്ചു പറയണം, എങ്ങനെ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ ഒരു അഭിഭാഷകന്റെ ഗൈഡൻസ് ഒന്നും ഇല്ലാതെ വന്ന് പലതും വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ്. അതായത് അങ്ങനെയല്ല ഒരു പൊതുകാര്യത്തിനെ കണക്കിലെടുത്തുകൊണ്ടല്ല അത് നോക്കേണ്ടത്. അത് ജസ്റ്റിസിലേക്ക് എത്തുക. ഒരു വ്യക്തി ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വന്ന് ആരോപിച്ച രീതിയിലുള്ള പിഴവുകൾ വെച്ചുകൊണ്ടല്ല, ആ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിയെന്ന് പറഞ്ഞ ആ വ്യക്തി ചെയ്ത തെറ്റ് ട്രയൽ ചെയ്ത് തെളിയിക്കപ്പെടുന്നോടം വരെയും ആ കമ്മീഷന് വാലിഡിറ്റി ഉണ്ട്. അവർ പറഞ്ഞ ആരോപണത്തിനും വാലിഡിറ്റി ഉണ്ട്. ആ പറഞ്ഞ ആരോപണത്തിൽ അവർ പറഞ്ഞ രീതി ഞാനതിനെ എപ്പോഴും സപ്പോർട്ട്. ആ രീതി കൊണ്ട് ഈ പറഞ്ഞ വ്യക്തി ക്രൈം ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഏതായാലും മൃദുല ദേവി കൂടിയാണ് പ്രതികരിച്ചത്.